ന്യായീകരിക്കാനില്ല. ശരി വസീഫ്, തെറ്റാണ്. ശരി വസീഫ്, എനിക്കെതിരെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, അവർ ഏത് കാര്യത്തിലാണ് പ്രസിദ്ധി നേടിയതെന്ന് ഇതിഹാസ ഭാഷ ചൂണ്ടിക്കാണിച്ചൊരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. വനിതാ MP സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയത് ഏത് ഉദ്ദേശത്തിലാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ ഒരു PB അംഗം നമുക്കുണ്ട്. നമ്മളൊന്ന് ഇതിൻ്റെ ഈ സ്ത്രീ വിരുദ്ധതയുടെ രാഷ്ട്രീയ ഭൂതകാലം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലും UDFൻ്റെ കൂട്ടത്തിലും വേണമെങ്കിൽ ഓരോ 6 മാസം എന്ന കണക്കിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളുടെ ഒരു മഹാനിരയുണ്ട് കേട്ടോ നമുക്ക് മുന്നിൽ. അതുകൊണ്ട് ഇത് അവസാനത്തേതാകുമെന്നും കരുതാൻ വയ്യ. വസീഫ് കേൾക്കാമോ? ശരി, ഞാൻ വസീഫിലെ അല്പസമയത്ത് എത്താം. ശ്രീ സജീവൻ, ഇവിടെ നേരത്തെ പോകുന്ന പോലെ ഓക്കെ വസീഫ് പറഞ്ഞല്ലോ. ഒന്നൊരു പ്രശ്നം ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എക്കോ വരുന്നുണ്ട്. പറയൂ. അപ്പോ ആശ്മി, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഷോബിൻ തോമസ്, ഇവർ വലിയ മാന്യന്മാരാകുക. നിജേഷ് ഇവിടെ ഇരുന്നിട്ട് എന്തൊരു മാന്യതയാ കാണിക്കുന്നത്. ഷോബിൻ തോമസ് ആരാ? പിന്നെ പറഞ്ഞു തൃക്കാക്കരയിൽ പിടിച്ചില്ല എന്ന്. നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചില്ലേ പാലക്കാട് സ്വദേശി ശിവദാസനെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ KTDCയുടെ ജീവനക്കാരനായിരുന്നില്ലേ അദ്ദേഹം? താൽക്കാലികം മുൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആയിരുന്നില്ലേ? ഇനി എത്ര പേരുകൾ വേണോ നിങ്ങൾക്ക് പിടിച്ച ആള്? ഇവിടെ പിടിച്ച ആളുകളുടെ പേര് വേണോ നിങ്ങൾക്ക്? അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേര്? ഈ ഷോബിൻ തോമസ് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ എന്താ എഴുതിയത്? തയ്യൽ ടീച്ചറുടെ കഷ്ണമാണ് പോലും അവന് വേണ്ടത്. എന്തേ നിങ്ങൾ പറയാത്തത്? നാണമുണ്ടോ നിങ്ങൾക്ക്? ഒരു നാണവും മാനവും ഇല്ലാതെ നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങ് വൃത്തികേട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ കൊള്ളുക. ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു പലരും നിങ്ങൾക്ക് കൂട്ടിനുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്തുമാകാമെന്ന് കരുതരുത്. ഇതൊക്കെ ഈ ജനം കാണുന്നുണ്ട്. ഇവിടെ നീതിയുടെ പൊൻകിരണം ഞങ്ങൾക്കും വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായാൽ ഇടതുപക്ഷക്കാരായാൽ എന്തും പറയാം, അവരെ ആക്ഷേപിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഖാവ് ജയ്ക്ക് സ്ഥാനാർത്ഥിയായിരുന്നു? ആ സഖാവ് ജയ്ക്ക് അന്ന് അവിടെ ഒരു മാതൃക കാണിച്ചിരുന്നു സ്ഥാനാർത്ഥി. അന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആക്ഷേപം ഉയർന്നു. ആക്ഷേപം ഉയരുന്ന സാഹചര്യം ഉണ്ടായതും നമുക്കറിയാം. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സൈബർ ആക്രമണത്തിന്റെ ചരിത്രം തിരിഞ്ഞു പോയാൽ അതേ ചാമ്പ്യന്മാർ നിങ്ങളാണ്. അല്ല, ഞാനും പറഞ്ഞു വസീഫെ, സൈബർ ആക്രമണത്തിന്റെ ചരിത്രം തിരിഞ്ഞു പോയാൽ അതിലെ ചാമ്പ്യന്മാർ നിങ്ങളുടെ സൈബർ പക്ഷമാണ്. നമുക്ക് അതിലേക്ക് ബാലൻസിംഗിലേക്ക് പോകണ്ടെന്ന് കരുതി അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ്. നമുക്കതിന്റെ ബാലൻസിംഗിലേക്ക് ഈ ദിവസം പോകേണ്ടതില്ല. ഈ ദിവസം നിരുപാധികം ഹരിഹരനെതിരെ നിലപാടെടുക്കണമെന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. സാർ, ഇവിടെ സൈബർ ആക്രമണത്തിൽ ആരാണ് പുണ്യാളന്മാര്? ഇവിടെ സൈബർ ആക്രമണത്തിന് കണക്കെടുത്താൽ ആരാന്നേ പുണ്യാളന്മാര്? നിങ്ങൾ പുണ്യാളന്മാരാണോ? നിങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണോ? ഒന്നും അല്ല. ഹലോ ആഷ്മി, ഇവിടെ ആഷ്മി ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ആഷ്മി ഒന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ DYFIയും ഇടതുപക്ഷവും ഒക്കെ ഈ VD സതീശനും ഷാഫി പറമ്പിലും കൊടുക്കുന്നത് പോലെ അങ്ങ് എല്ലാവർക്കും പിന്തുണ കൊടുത്ത് നിങ്ങളാവുന്നത് പോലെയൊക്കെ ആയിക്കോ എന്ന് പറഞ്ഞാൽ ആഷ്മി എന്തായിരിക്കും ഈ കേരളത്തിന്റെ സ്ഥിതി? നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ കേരളത്തിലെ സംഘടിത യുവജന പ്രസ്ഥാനമാണ് DYFI എന്ന്. DYFI ഒന്ന് ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും ഈ പറയുന്ന രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ തോന്നിവാസങ്ങൾ കൊണ്ട് മറുപടി പറയാൻ DYFI ഇറങ്ങി നിന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഈ നാടിന്റെ സമാധാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ ത്യാഗം സഹിക്കുക. ഞങ്ങളുടെ വീട്ടിലുള്ളവരെ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെയെല്ലാം എത്ര വൃത്തികെട്ട രീതിയിലാ ഈ കോട്ടയം കുഞ്ഞച്ചന്മാര് ആക്ഷേപിക്കുന്നത്. എന്തൊക്കെയാ ഇവർ പറഞ്ഞുകൂട്ടുന്നത്? അങ്ങനെ പറഞ്ഞുകൂട്ടുന്ന സമയത്ത് പോലും അവരുടെ നീതിയുടെ, ആ അക്രമികളുടെ നീതിയുടെ പൊൻകിരണങ്ങൾ തേടി അതിനൊരു മറുപക്ഷമുണ്ട് പോകുന്നത്. അല്ല ശ്രീ വസീഫ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നത് പോലെ അതിനൊരു മറുപക്ഷമുണ്ട്. ആ മറുപക്ഷത്തെ നിങ്ങളുടെ സൈബർ പക്ഷം ഹൂളിഗൻ സംഘം അങ്ങേയറ്റം അധമ ഭാഷയിൽ അതിക്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഒരു കള്ളക്കേസ് എടുത്ത ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകരുടെ നമ്പർ ഈ സൈബർ വേട്ടയ്ക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നേതാവ് ഇട്ടുകൊടുത്തു ഫേസ്ബുക്കിൽ? വസീഫ്, ഇവിടെ ഒരു കള്ളക്കേസ് എടുത്ത ഞങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകരുടെ നമ്പർ സൈബർ ബുള്ളിങ്ങിന് വേണ്ടി നിങ്ങളുടെ ഒരു നേതാവ് ഫേസ്ബുക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കള്ള വീഡിയോയിൽ സൈബർ ബുള്ളിങ് നടക്കുകയാണ്. ഇതൊക്കെ എന്താ സൈബർ ആക്രമണത്തിനെ പറ്റി പറയാൻ നിങ്ങൾ എന്ത് ചെയ്യാത്തവരെന്നാ? നിങ്ങളൊന്നും ചെയ്യാത്തവരെന്നാണ്. എന്ത് തിരുത്തി? ഒരു തിരുത്തും ഉണ്ടായിട്ടില്ല.
ഒരു തിരുത്തും ഉണ്ടായിട്ടില്ല സാർ. നിങ്ങൾ മൗനാനുവാദം കൊടുത്തിട്ടേ ഉള്ളൂ. ഈ പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ കയറൂരി വിട്ടിട്ടേ ഉള്ളൂ. ശക്തമായി കയ്യിൽ പിടിച്ച് നിർത്തണോ എന്ന് പറഞ്ഞാൽ നീതിയുടെ പൊൻകിരണം ഉണ്ടാകും വസീഫ്. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും നീതിയുടെ പൊൻകിരണം ഉണ്ടാവും. വേട്ടയാടിയാൽ അതിന് പിന്തുണ കൊടുക്കുന്നവരാ നിങ്ങള്. അതിനൊരു നാണവും മാനവും ഇല്ലാതെ പിന്തുണ കൊടുക്കുന്നവരാ നിങ്ങള്. നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ സൈബർ അക്രമികൾക്ക്, സൈബർ ഹൂളിഗൻ സംഘത്തിന് അവരെ കയറൂരി വിടുമ്പോൾ നിർത്തടോ എന്ന് കടുത്ത ഭാഷയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ആർക്കെതിരെയോ എവിടെയും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ മാത്രമല്ല, എല്ലാ നേതൃത്വങ്ങളെയും, ആ നേതൃത്വങ്ങളുടെ ഈ പാർട്ടി പ്രതിരോധം എന്ന മട്ടിൽ ആ നേതൃത്വങ്ങൾ ആസ്വദിക്കുമ്പോഴാണ് ഇവിടെ നീതിയുടെ പൊൻകിരണങ്ങൾ കെട്ടുപോകുന്നത്. വസീഫ്, സംഘടനാ രീതിയെ കുറിച്ച് അറിയുമെന്നാ കരുതുന്നത്? ഞങ്ങൾ ഏത് കൊച്ചുകുട്ടിയെ പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള മാനവും മര്യാദയും ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്ക്, സൈബർ ബുള്ളിങ്ങിന്, ആരെയും വ്യക്തിയാധിക്ഷേപം നടത്തുന്നതിനൊക്കെ എതിരായിട്ടാണ് ഞങ്ങൾ സംസാരിക്കാറ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു പരസ്യ പിന്തുണ കൊടുത്ത് ഈ തെരുവിൽ അങ്ങ് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ, അവരുടെ മക്കളെ എല്ലാം തെരുവിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലും ഏതൊക്കെ ഭാഷയിലുമാണ് ഇവർ തെറി വിളിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾ അതിനെതിരെ പരാതിയുമായിട്ട് നടക്കുക. കേരളത്തിൽ എന്ന് കരുതി എല്ലാത്തിനും ഞങ്ങളങ്ങ് മൗനം കൊണ്ട് ഇതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കണം. ഇതേ വടകരയിൽ ഒരു കേക്കേരമയുണ്ട്. സമാനമായ സൈബർ ബുള്ളിംഗ് അനുഭവിച്ച സ്ത്രീയാണ്. ആസ്ഥാന വിധവ, നിരന്തരം അധിക്ഷേപിക്കപ്പെടുന്ന സ്ത്രീയാണ്. നെഞ്ചിൽ ബലൂൺ വെച്ച് കെട്ടി ഒരു ആഘോഷ പ്രകടനം വീട്ടിൽ മുന്നിൽ നടന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട് വസീഫെ. അതുകൊണ്ട് നമ്മൾ അതിന്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് പോകണ്ട. ആരും പുണ്യാളന്മാരല്ല മര്യാദകേടിൽ. എല്ലാം അറിയാം സാർ, എല്ലാം അറിയാം. ഭാര്യയെ കുറിച്ച് EP ജയരാജന്റെ ഭാര്യയുടെ മോർഫ് ചെയ്ത ചിത്രം ആരാ പ്രചരിപ്പിച്ചത്? ബിന്ദു കൃഷ്ണയ. നിങ്ങൾ ഏതോ അടിസ്ഥാനമില്ലാത്ത നാഥനില്ലാത്ത ഫേസ്ബുക്ക് ഐഡികളിൽ നിന്ന് വരുന്ന പ്രചരണങ്ങൾ എല്ലാം മുഖമില്ലാത്തതാണ്. എല്ലാം മുഖമില്ലാത്തതാണ് സാർ. പാർട്ടി പ്രതിരോധം എന്ന മട്ടിൽ ഇതിനൊന്നും മുഖമുള്ളവന്മാരല്ല. ഇതൊന്നും മുഖമില്ലാത്തവന്മാരാ. ഇതൊക്കെ മുഖമില്ലാത്തവന്മാരാ വസീഫെ. നേതൃത്വം ഇറങ്ങി നിന്ന് ഇവരെ അടിച്ചമർത്താൻ കഴിയുന്നതിന് അതിനെ വിളിക്കണം നേതൃത്വം നല്ല വിളിക്കേണ്ടത്. അതാ പറഞ്ഞത്. അതിന് മൗനാനുവാദം കൊടുത്ത് അവർക്ക് സർവ്വവിധ സംരക്ഷണം തീർക്കുമ്പോഴാണ് നീതിയുടെ പൊൻകിരണം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കെട്ടുപോകുന്നത് വസീഫെ. ഇതുപോലെയുള്ള സൈബർ ഹൂളിഗൻ സംഘങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇവിടെ സ്ത്രീകൾക്ക് നീതിയുടെ പൊൻകിരണം കെട്ടുപോകുന്നത്. നിങ്ങളാണ്. ഞാനതാ പറയുന്നേ. നിങ്ങൾ ഈ ഹൂളിഗൻ സംഘങ്ങളെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നില്ലേ? അങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകളുടെ നീതിയുടെ പൊൻകിരണം കെടുത്തിക്കളയുന്നത് രാഷ്ട്രീയ നേതൃത്വം. വസീഫ്, രണ്ടുപേരും അതിൽ നിങ്ങൾ പുണ്യാളന്മാരല്ല. തലക്ക് പിടിച്ച് ആളാവാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലരാ. നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല കേട്ടോ. നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല സൈബർ ആക്രമണത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾ റേറ്റിംഗിന് വേണ്ടിയിട്ടാ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്ന സൈബർ ആക്രമണത്തിന്റെ ഭൂതകാലം പറഞ്ഞ് പുണ്യാളന്മാർ ചമയല്ലേ ഈ നാട്ടുകാർ ചിരിക്കും. ഇപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ പുണ്യാളത്തരം തെരഞ്ഞു പോവാ. നിങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പുണ്യാളത്തിന് പറയാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങൾക്ക് പിന്നാലെ സാർ. ഈ ദിവസം ഹരിഹരന്റെ വൃത്തികെട്ട വാക്കുകൾക്കെതിരെ നിൽക്കണം നിലപാടെടുത്ത് എന്നെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയത് താങ്കളാണ് ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയത് ഈ സൈബർ ആക്രമണത്തിന്റെ. താങ്കളാണ്. കോട്ടെ നിജേഷ് മറുപടി. താങ്കളാണ് സാർ. സാർ, സൈബർ ആക്രമണത്തിന്റെ ബാലൻസിംഗിലേക്ക് കൊണ്ടുപോയത് താങ്കളാണ്. വിജയരാഘവന്റെ ചർച്ചയാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ചർച്ച ചെയ്യണ്ടെന്നാ പറഞ്ഞത്. എന്താണ് അത്? ഏകപക്ഷീയമല്ലെന്നേ പറഞ്ഞുള്ളൂ സാർ. ഉടനെ സൈബർ ആക്രമണത്തിലേക്ക് പിടിച്ചത്. എത്ര ചരിത്രമാണ് കേരളത്തിൽ സൈബർ കൊലമുറികളുടെ എത്ര ചരിത്രമാണെന്ന് കേരളത്തിൽ. ഈ വേദിയിൽ നിന്ന് കുലുങ്ങി ചിരിച്ച ആ മഹാന്മാരുടെ വീഡിയോ നിങ്ങൾ പുറത്തുവിട്, ജനം കാണട്ടെ. ശരി നിജേഷ്, ഞാൻ പറഞ്ഞു ഈ ഷോബിൻ തോമസിനെ കുറിച്ച് നിങ്ങളെ ഒരക്ഷരം പറഞ്ഞോ? ഒരു തിരുത്ത് പറഞ്ഞോ നിങ്ങൾ?